ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ മാർക്കറ്റ് എന്താന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? മാർക്കറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? നോക്കിയിട്ടുണ്ടായിരുന്നോ മാർക്കറ്റ്? ആരും നോക്കിയിട്ടുണ്ടായിരുന്നില്ല? ഓക്കെ, നമുക്ക് നോക്കാം മൂന്ന് പേയേഴ്സും എന്തൊക്കെയാണ്, ഇന്നത്തെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം. നല്ല ട്രേഡ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സ്ക്രീനൊക്കെ വിസിബിൾ അല്ല? അതിലൊന്നും വേറെ ഇതൊന്നും ഇല്ലല്ലോ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? അപ്പൊ ഗോൾഡിൽ ഇന്നലെ നമ്മൾ നൈറ്റ് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇവിടെ നിന്നുള്ള ഒരു 4 ഹവറിന്റെ ഒരു കണ്ടിന്യൂഷൻ പോയിന്റ് എടുത്തിട്ട് മാർക്കറ്റ് റിയാക്ഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 4 ഹവറിന്റെ കണ്ടിന്യൂഷൻ ആർ ബി നമുക്കറിയാം. 4 ഹവറിൽ ഓരോ ക്യാൻഡിൽസ് മുന്നും മാർക്കറ്റ് റിയാക്ഷൻ വരും. ഓക്കെ, മാർക്കറ്റ് ഇവിടുന്ന് വന്നു ഓൾറെഡി ഡൗൺ ട്രെൻഡിലാണ് 15 മിനിറ്റ്സ് ഉള്ളത്. അപ്പൊ ഇവിടുന്ന് ഒരു പുൾ ബാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. ഓക്കെ, 15 മിനിറ്റിന്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. നമ്മൾ 15 മിനിറ്റ് തന്നെ നോക്കാം. അപ്പൊ ആ ഒരു ഐഡിയ നമുക്കുണ്ട്. മാർക്കറ്റ് ഇവിടുന്ന് എന്ത് ചെയ്യാണ്, പുൾ ബാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു അപ്സൈഡ് ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ 15 മിനിറ്റ്സിലോട്ട് നോക്കുന്ന ടൈമിൽ നമുക്കതിന് ലേറ്റസ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെയാണ്. അതിന്റെ ലോവർ ലോ, ഈ ഒരു ലോ കൺഫേം ആയി. അതിന്റെ ലോവർ ഹൈ ആയിട്ട് ഈ ഒരു പോയിന്റും ഉണ്ട് അല്ലെ, വിച്ച് മീൻസ് ഇന്നത്തെ സ്വിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ ആണ്. നമ്മളെ മെയിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ഡൗൺ ട്രെൻഡിലോട്ടാണ്. ഓക്കെ, ട്രെൻഡ് ഡൗൺ ആണ്, 15 മിനിറ്റ് മെയിൻ സ്ട്രക്ചർ ഡൗൺ ആണ്. അപ്പോൾ സെൽ എൻട്രി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗോൾഡിൽ കാണുന്നത് അല്ലെ. പക്ഷെ നമുക്കറിയാം സെൽ എൻട്രിക്ക് മാർക്കറ്റ് ഇവിടെ അത്യാവശ്യത്തിന് ലിക്വിഡിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്റ്റിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് എന്തിലോട്ട് പോകാനുണ്ട്, പ്രീമിയത്തിലോട്ട് എത്താനുണ്ട് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഒരു പുൾ ബാക്കിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ പുൾ ബാക്ക് നമുക്ക് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ടൊക്കെ പോയിട്ട് ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ മാർക്കറ്റ് നമുക്ക് 15 മിനിറ്റ്സ് പുൾ ബാക്ക് ആണെന്നുള്ള ഒരു ഐഡിയ കിട്ടി. അപ്പൊ ആ പുൾ ബാക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 മിനിറ്റിൽ ട്രേഡ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ ഒരു 15 മിനിറ്റ്സിന്റെ ഒരു ഐഡിയ കിട്ടി. മെയിൻ സ്ട്രക്ചർ ഇതാണ്, മാർക്കറ്റ് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ഇവിടുന്ന് എവിടെന്നെങ്കിലും ആയിരിക്കും മാർക്കറ്റ് ഫാൾ ആവാം. ഓക്കെ, അപ്പൊ ആ പോകുന്നത് നമുക്ക് 1 മിനിറ്റിൽ എന്ത് ചെയ്യാം, ട്രേഡ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ 1 മിനിറ്റ് നോക്കുന്ന ടൈമില് 1 മിനിറ്റിലെ സ്ട്രക്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം അപ്പിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇന്റർണൽ സ്ട്രക്ചേഴ്സ് ഒക്കെ തന്നിട്ട് മാറിയിട്ടുണ്ട്. അതായത് 1 മിനിറ്റിന്റെ മെയിൻ സ്ട്രക്ചർ മാറണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിന്റെ ഈ ഒരു ഏരിയ, ഈ ഒരു ഇന്റർണൽ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്താലാണ് എന്ത് ചെയ്യുക, 1 മിനിറ്റിന്റെ മെയിൻ സ്ട്രക്ചർ മാറുക. ഓക്കെ, കാരണം 15 മിനിറ്റിന്റെ ഇന്റേണൽ ആണ്. ഇന്റേണൽ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റിന്റെ അത് മേജർ സ്ട്രക്ചർ ബ്രേക്കിംഗ് ആയിരിക്കും. പക്ഷെ 15 മിനിറ്റിലും 1 മിനിറ്റിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബ്രേക്ക് ഒക്കെ തന്നിട്ട് ഇങ്ങനെ കയറുന്നുണ്ട്. സോ അതിനൊക്കെ ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 1 മിനിറ്റിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ട്രേഡ്സ് എന്ത് ചെയ്യാം, ബൈ സൈഡ് ഡയറക്ഷനിലോട്ട് നോക്കാന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ മുന്നേ ഇന്നത്തെ ഏഷ്യൻ സെക്ഷൻ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് വാച്ച് ചെയ്യാം. ഏഷ്യൻ ബോക്സ്, ഏഷ്യൻ ബോക്സ് ഇവിടെയാണ് നിൽക്കുന്നത് അല്ലേ. ഓക്കെ, ഏഷ്യൻ ബോക്സ് ഇവിടെയാണ്. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ള 15 മിനിറ്റ്സിന്റെ പോയിന്റ്സുകൾ ജസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു ഏരിയ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഏരിയ. ഓക്കെ, രണ്ടും ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോങ് ഏരിയ ആണ്. ഓക്കെ, രണ്ട് 15 മിനിറ്റ്സിന്റെ ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് 1 മിനിറ്റിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. 1 മിനിറ്റിലോട്ട് പോകുന്ന ടൈമിൽ ഈ ഒരു ഏരിയ നല്ല സ്ട്രോങ് ഏരിയ ആണ്. ദെൻ ഈ ഒരു ഏരിയ അത്ര സ്ട്രോങ് അല്ല. നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാനില്ല കേട്ടോ ഗോൾഡില്. ഇതൊക്കെ ലിക്വിഡിറ്റി ഏരിയാസ് ആണ്. ഇവിടെ ഒന്നും മാർക്കറ്റ് നിൽക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇവിടേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇവിടേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് നമുക്ക് ട്രേഡ് നോക്കാം. ഇതിന് നമുക്ക് വേറെ ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ എന്നുള്ളത്, നല്ല പോയിന്റ് ഉണ്ടോ എന്നുള്ളത് വാച്ച് ചെയ്യാം. 3 മിനിറ്റിൽ ഇവിടെ നല്ല പോയിന്റ് ഇല്ല. 5 മിനിറ്റിന്റെ പോയിന്റ് ഒക്കെ ഇത് ഓൾറെഡി ഇൻവാലിഡ് പോയിന്റ്സ് ആണ്. ഓക്കെ, ഒക്കെ ഓൾറെഡി ടാപ്പ് ചെയ്ത് മിറ്റിഗേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണുള്ളത്. പിന്നുള്ളത് 15 മിനിറ്റ്സിന്റെ ഈ ഒരു പോയിന്റ് ആണ്. 15 മിനിറ്റ്സിന്റെ ഈ ഒരു പോയിന്റ്.
ഈ ഇംബാലൻസ് ഉള്ള ഈ ഒരു പോയിന്റ്. അപ്പൊ ഇത് 1 മിനിറ്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 1 മിനിറ്റിന്റെ ഇംബാലൻസ് 3 മിനിറ്റ് 1 മിനിറ്റിന്റെ ഈ ഒരു പോയിന്റ്. ഓക്കെ, ഈ ഒരു പോയിന്റും ഓക്കെയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഡയറക്റ്റ് എൻട്രി കയറാൻ വേണ്ടിയിട്ട് പറയില്ല കേട്ടോ. നമുക്ക് കണ്ടിന്യൂഷൻ മാത്രം എന്ത് ചെയ്താൽ മതി, ഇതിമെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് ട്രേഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. കാരണം ഓൾറെഡി ഇത് നല്ലൊരു ഏരിയ ആണ്, ഒരു സ്ട്രോങ് ഏരിയ ആണ്. കാരണം ലിക്വിഡിറ്റീസ് ഒക്കെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഈക്വൽ ലോ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ഈക്വൽ ലോ ഉണ്ടായതുകൊണ്ട് ഇത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല. മേ ബി ലോനും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ ലിക്വിഡിറ്റി ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ ഒരു പ്ലാന് നോക്കണ്ട, ഇത് നോക്കണ്ട. മേ ബി ഇതും കൂടെ മാർക്കറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ താഴെയുള്ള വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, ഇതിമ നോക്കാം. ഓക്കെ, ഈ ഒരു ഏരിയ 1 മിനിറ്റിന്റെ ഈ ഒരു ഏരിയ എടുത്താൽ മതി. ഇത് രണ്ടും എന്ത് ചെയ്തേക്ക്, ഒഴിവാക്കിയേക്ക് കേട്ടോ. ഈ രണ്ട് ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. നീ ജസ്റ്റ് വേണമെങ്കിൽ വാച്ച് ചെയ്ത് വെക്കാം, പക്ഷെ ട്രേഡ്സ് നോക്കണ്ട. ഇവിടുന്ന് 2-3 ട്രേഡ്സ് നോക്കണ്ട, ഇതിമൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഈ ഒരു ഏരിയ ആണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ. കാരണം ഓൾറെഡി ഇവിടെ ചെറിയ രീതിയിൽ ലിക്വിഡിറ്റി ഒക്കെ സ്വീപ്പ് ചെയ്ത്, ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, ദെൻ മേലോട്ട് ബ്രേക്ക് തന്നു. സോ ഇതൊരു സ്ട്രോങ് ഏരിയ ആയി. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് തന്നു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, വിച്ച് മീൻസ് ഇതൊരു സ്ട്രോങ് ഏരിയ ആയി. ഓക്കെ, അപ്പൊ ആ ഒരു സ്ട്രോങ് ഏരിയനെ ട്രസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൈ സൈഡ് നോക്കാം. ഓക്കെ, ഇതൊക്കെ ലിക്വിഡിറ്റി ആക്കി എടുത്തിട്ട് ഇവിടുന്ന് ട്രേഡ് നോക്കാം. ഓക്കെ, അപ്പൊ അത്യാവശ്യം മാർക്കറ്റ് എന്ത് ചെയ്യണം, വരാനുണ്ട്, താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ട്രേഡ്സ് നോക്കാം. ഓക്കെ, അതല്ലാണ്ട് ഗോൾഡിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇപ്പോഴത്തെ കറണ്ട് സെനാരിയോയിൽ നമ്മൾ കാണുന്നില്ല. താഴത്തോട്ട് വരണം, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ നിന്നൊക്കെ പുതിയ സ്ട്രക്ചർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഏതെങ്കിലും ഏരിയ റെസ്പെക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ട്രേഡ്സുകൾ നോക്കാം. പക്ഷെ അത് വാച്ച് ചെയ്യണം, വെയിറ്റ് ചെയ്യുന്ന വേണം, മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ആവുന്നത് നോക്കണം. ഓക്കെ, ഇതാണ് ഗോൾഡിൽ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ, യെസ്. ദെൻ GBP USD നമ്മൾ ആദ്യം 15 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. GBP USD പുൾ ബാക്കിലാണ് അല്ലെ, ബ്രേക്ക് തന്നു, ലോ കൺഫേം ആയി. നമ്മുടെ മെയിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വിംഗ് ഏരിയ ടു സ്വിംഗ് ആയി. പുൾ ബാക്ക് കഴിഞ്ഞു അല്ലെ, പുൾ ബാക്ക് കഴിഞ്ഞു. മാർക്കറ്റ് ഇത് ഇവിടുന്ന് എവിടുന്നാ ഇറങ്ങുന്നത് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നിന്നാണ് ഇത് റിയാക്ഷൻ തന്നിട്ടുള്ളത്. 15 മിനിറ്റിന്റെ പോയിന്റ് ഒന്നുമില്ല, 30 മിനിറ്റിന്റെ പോയിന്റ് ഒന്നുമില്ല, 1 മിനിറ്റിന്റെ പോയിന്റ് ഒന്നുമില്ല, ദെൻ 4 അവറിന്റെ പോയിന്റ് ഒന്നുമില്ല. അപ്പൊ സ്പെസിഫിക് പോയിന്റ് ഒന്നും ഇല്ലാണ്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, അവിടുന്ന് ഇറങ്ങിക്കൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നല്ലൊരു പോയിന്റ് എന്ന് പറയാൻ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഓക്കെയാണ്. ഓക്കെ, ഇത് 1 അവറിന്റെ ഏരിയ കേട്ടോ. 1 അവറിന്റെ ഈ ഒരു ഏരിയ 50 മിനിറ്റ്സിലോട്ടൊക്കെ വരുന്ന ടൈമിൽ അവിടെ ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടാകും. 50 മിനിറ്റ്സിൽ ഈ ഒരു ഏരിയ ഉണ്ട് ഇവിടുന്ന് അല്ലേ. ഓക്കെ, 50 മിനിറ്റ്സിന്റെ ഒരു ഏരിയ എടുത്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ഇറങ്ങുന്നത്. പക്ഷെ ഇത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇത് കുറച്ചുകൂടി മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. മുകളിലോട്ട് പോയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയ എടുത്തിട്ടാണ് മാർക്കറ്റ് വരാൻ ചാൻസ് കൂടുതൽ. കാരണം ഇവിടെ അതിനുള്ള ലിക്വിഡിറ്റീസ് ഒന്നും, ഇവിടുന്ന് ഇറങ്ങാനുള്ള ലിക്വിഡിറ്റീസ് മാർക്കറ്റ് ഇപ്പൊ കറണ്ട് മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടില്ല, ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇന്ന് മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ ലിക്വിഡിറ്റീസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഏരിയ എടുത്തിട്ട് ഇത് കംപ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് താഴത്തോട്ട് വരും. ഓക്കെ, അപ്പോ ഇവിടുന്ന് സെല്ല് നോക്കണ്ട, ഈ ഒരു ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ എക്സ്ട്രീമിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് നോക്കാം, നമുക്കൊരു സെല്ലിംഗ് പെർസ്പെക്റ്റീവിൽ നോക്കാം. ഇതൊക്കെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് ആട്ടോ. മാർക്കറ്റ് കുറച്ച് കഴിഞ്ഞാൽ പല രീതിയിലെ സ്ട്രക്ചേഴ്സ് കാര്യങ്ങൾ മാറും. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ട്രേഡ്സ് നിങ്ങൾ നോക്കണം. ഓക്കെ, ഇവിടെ നിന്നൊക്കെ മാർക്കറ്റ് ഇറങ്ങുകയാണ്, പിന്നെ ഇനി മേലോട്ട് പോകാൻ ചാൻസസ് ഇല്ല. സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഒക്കെ തന്ന് മാർക്കറ്റ് ഇറങ്ങുകയാണ്, അതായത് മാർക്കറ്റ് ഇങ്ങനെ സ്ട്രക്ചർ ഒക്കെ തന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെ ട്രസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സെല്ല് നമുക്ക് ഇറക്കാം. പിന്നെ അത് മേലോട്ട് പോകാനുള്ള ചാൻസസ് കുറവാണ്. ഓക്കെ, അതാണ് ഇന്നത്തെ GBP USD വ്യൂ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അതിന്റെ 1 മിനിറ്റ് ഒന്നും എടുക്കാൻ ഉണ്ടാവില്ല, 1 മിനിറ്റിൽ ഒന്നും പ്രോപ്പർ ഏരിയ
ഇനി പുൾ ബാക്കിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 1 മിനിറ്റിൽ ഈ ഒരു ഏരിയ നോക്കി നോക്കാം. ഓക്കെ, ഈ ഒരു 50 മിനിറ്റിന്റെ ഏരിയ ഉണ്ടല്ലോ, ഇത് 1 മിനിറ്റിക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഒക്കെ എടുത്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പക്ഷെ അത് അത്ര സ്ട്രോങ് ഏരിയ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഞാൻ കാണുന്നില്ല. ഓക്കെ, നമുക്ക് സെല്ലാണ് കുറച്ചുകൂടി ബെറ്റർ, കാരണം ട്രെൻഡിന് ഫേവർ ആയിട്ട് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ഏരിയ രണ്ടും എന്ത് ചെയ്ത് നോക്കാം, മാർക്ക് ചെയ്ത് നോക്കാം. 5 മിനിറ്റിലോട്ട് വരുന്ന ടൈമിൽ 5 മിനിറ്റിന്റെ ഈ ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഈ താഴത്തെ പോയിന്റ് എടുത്താൽ മതി, ഈ ഒരു ഏരിയ ലിക്വിഡിറ്റി ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ താഴത്തെ ഏരിയ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഇൻ കേസ് താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യാം, കൺഫർമേഷൻ എൻട്രീസ് മാത്രം നോക്കുക, കാരണം ടോപ്പ് ലെവൽ എൻട്രീസ് ഒന്നല്ല, ഒക്കെ ഒരു 50-50 ചാൻസസ് എൻട്രീസ് ആണ്. അതുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു ബൈ സൈഡ് നോക്കാം, മെയിൻ എൻട്രി ഇവിടുന്ന് എന്ത് ചെയ്യാം, സെൽ സൈഡ് നോക്കാം. ഓക്കെ, ദെൻ യൂറോ യു എസ് ടി. യൂറോ യു എസ് ടിയിൽ നമുക്ക് ലാസ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ലോ കൺഫേം ആയി, ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്തു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. ഓക്കെ, ട്രെൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടുണ്ട്. ഈ ഒരു ഹൈ കൺഫേം ആയി. സോ നമ്മൾ ഇന്നത്തെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വിംഗ് ഏരിയ ടു ഈ ഒരു സ്വിംഗ് ഹൈ വരെയാണ് വരണം അല്ലേ, താഴത്തോട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ. ഇവിടെ ലിക്വിഡിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ അല്ല, ഇതാണ് നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വരിക. പക്ഷെ ഇത് കുറച്ച് വൈഡ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഒരു പ്രോപ്പർ ഇംബാലൻസ് ഉള്ള ഏരിയ ഉണ്ടല്ലേ, ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ നമുക്ക് നോക്കാം. ഇത് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ റിഫൈൻ ചെയ്യുന്ന ടൈമിൽ നല്ലൊരു പോയിന്റ് ആയിരിക്കും, അത് ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റ് ആയിരിക്കും. 5 മിനിറ്റിൽ ഇല്ല, ദെൻ 3 മിനിറ്റിൽ ഒരു ഓർഡർ ബ്ലോക്ക് ആണ്, ദെൻ 1 മിനിറ്റിലോട്ട് വരുന്ന ടൈമിൽ 1 മിനിറ്റിലും പ്രോപ്പർ പോയിന്റ് ആണ്. ഓക്കെ, 1 മിനിറ്റിൽ നോക്കുന്ന ടൈമിൽ യെസ്, ഈ ഒരു ഏരിയ എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, ഇത് റിഫൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, ചെയ്തോക്കാം. ഈ ഒരു ഏരിയ അത്ര പ്രോപ്പർ ഏരിയ ആയിട്ട്, കാരണം ഇവിടെ 1 മിനിറ്റിൽ പ്രോപ്പർ ഏരിയ ഇല്ല, ആ രണ്ട് ഏരിയ നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. ഈ ഇംബാലൻസിന് നമുക്ക് മാർക്ക് ചെയ്യാം 50 മിനിറ്റ്സിന്റെ, അതിന്റെ താഴെയുള്ള ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റ് ഫിൽട്ടർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, മാറ്റി വെച്ച് നോക്കാം. ഓക്കെ, അത് ഇങ്ങോട്ട് താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ, താഴത്തോട്ട് എക്സ്ട്രീം പോയിന്റിലോട്ട് വരികയാണെങ്കിൽ ഇവിടുന്ന് ഒരു ബൈ സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്തിട്ട് പോകാം. കാരണം നല്ല ബൈ കയറി പോകാനുള്ള ചാൻസസ് ഉണ്ട്, കാരണം ഇത്രയും ലിക്വിഡിറ്റീസ് മേലെ എന്താണ്, റെസ്റ്റിംഗ് ആണ്. അപ്പൊ ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, പോകും. ഇനി പുതിയ സ്ട്രക്ചർ ഉണ്ടാക്കുകയാണ്, ഇങ്ങോട്ട് താഴത്തോട്ട് വരാണ്ട പുതിയ സ്ട്രക്ചർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ട്രക്ചറിനെ ടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകാം. എന്തായാലും ബൈ സൈഡ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അപ്പൊ ഇനി മാർക്കറ്റ് ഇത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അപ്പൊ മൂന്നിന്റെയും ഒരു ഓവർവ്യൂ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനെ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ബേസ് ചെയ്തിട്ട് ഇപ്പൊ മാർക്കറ്റ് എവിടേക്കാണ് ഏകദേശം ഒരു ഐഡിയ കംപ്ലീറ്റ് കിട്ടി, ഇത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ട്രേഡ്സുകൾ വാച്ച് ചെയ്യാൻ. ഓക്കെ, അതിന്റെ ബേസ്, അത് അക്കോർഡിംഗ് ടു മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പ്ലാൻ ചെയ്യാം, പ്ലാൻസിൽ ഓൾട്ടർനേഷൻസ് വരുത്തുക. അപ്പൊ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങോട്ട് വരണമെന്നൊന്നുമില്ല, ഇതിന്റെ മുന്നേ പുതിയ സ്ട്രക്ചർ ഫോം ആവണമെങ്കിൽ പ്ലാൻസിൽ എന്ത് ചെയ്യാം, ഓൾട്ടർനേഷൻസ് വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഈ 3 പെയറിൽ ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും, എനിത്തിങ്, സ്ട്രക്ചേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയോ? ഇനി അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? അപ്പൊ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്, മാർക്കറ്റ് ഒന്ന് മൂവ് ആവട്ടെ, പക്ഷെ ഇതിന്റെ ബേസിൽ എന്ത് ചെയ്യാം, ട്രേഡ്സ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇപ്പൊ പിന്നെ എടുത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ MT5 ലിമിറ്റ് ഔട്ട് ഇടാനും ട്രേഡ് പ്ലാൻ ചെയ്യാനൊന്നും എന്ത് ചെയ്യാത്ത പറയാത്ത. ഓക്കെ, പക്ഷെ ഇതിന്റെ ഒരു ബേസിൽ എന്ത് ചെയ്യാം, ട്രേഡ് നോക്കാം. ഓക്കെ, നമുക്ക് ഇന്ന് നൈറ്റും എന്ത് ചെയ്യാം, ഒന്നിരിക്കാം, ഇതുപോലെ നൈറ്റത്തെ കണ്ടീഷൻ എന്താന്നുള്ളത് നോക്കാം. അപ്പൊ ഈ ഒരു മാർക്കറ്റ് മൂവ് ആയിട്ട് അപ്പൊ മാർക്കറ്റ് എന്താന്നുള്ളത് എന്ത് ചെയ്യാം, പ്രീ ന്യൂയോർക്ക് ആയിട്ട് ഒന്ന് സെറ്റ് ആക്കാം. ഇപ്പൊ ലണ്ടന് പ്രീ ലണ്ടൻ ആയിട്ട് നമ്മളിപ്പോ ചെയ്തു, ന്യൂയോർക്ക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ചെയ്യാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഏത് ലൈവ്? ലൈവായിട്ട് നമുക്ക് മാർക്കറ്റിന്റെ ലൈവ് ട്രേഡിങ്സ് നോക്കാം, നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ചെക്ക് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഫ്രീ ഉള്ളവരൊക്കെ ആ ടൈമിൽ കയറിക്കൊണ്ട് മാർക്കറ്റ് എന്താന്നുള്ളത് നോക്കിയിട്ട് മാർക്കറ്റിന്റെ ഫ്ലോന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പോവാം. ഓക്കെ, എന്നാ ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യട്ടെ, സെക്ഷൻ വൈൻഡപ്പ് ചെയ്യട്ടെ. ആ ഇന്ന് 7:30 തന്നെ ഉണ്ടാവുക, നമുക്ക് നോക്കാം. എങ്ങനെ നോർമൽ ക്ലാസ് തന്നെ ഇനി ഇവിടുന്ന് ലൈവ് ട്രേഡിംഗ് സെക്ഷൻസ് ഉണ്ടാവുക, നമ്മൾ എല്ലാവരും കൂടെ ഉള്ള സെക്ഷൻസ് ഉണ്ടാവുക. അതിൽ നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, സെറ്റ് ആകാം. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അത് പോയിന്റുകൾ ക്ലാസ് ആയിട്ട് അതിൽ എടുക്കുകയും ചെയ്യാം. കാരണം നമുക്ക് ടോപ്പിക് ആയിട്ട് ഞാൻ അതിലൊന്നും കൂടുതൽ പറയാനില്ല. നമുക്ക് നോക്കാം, ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇന്നലെ ലൈവ് സെഷൻ ഉണ്ടായിരുന്നു നൈറ്റ്. ഇനി ഇവിടുന്ന് ഒരു 2 വീക്സ് എന്തായാലും ഉണ്ടാകും, മോർണിംഗും ഈവനിങ്ങും ഉണ്ടാകും. അപ്പോൾ ടൈമിൽ പിന്നെ ഞാൻ നോക്കട്ടെ, നോമ്പ് കാര്യങ്ങളായതുകൊണ്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പ്ലാൻ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും 7:30 വാ, എന്നിട്ട് നമുക്കത് നോക്കിയിട്ട് സെറ്റ് ആക്കാം. ഓക്കെ, എന്നാ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ, ശരി എന്നാ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.